കോടതി മുറിയിൽ പ്രതികളുടെ ഫോട്ടോ എടുത്ത സംഭവത്തിൽ CPM വനിതാ നേതാവ് ജ്യോതി മാപ്പപേക്ഷ എഴുതി നൽകും. അധികാരത്തിൻ്റെ ധാർഷ്ട്യം കാണിക്കരുതെന്ന് കോടതി CPM വനിതാ നേതാവ് ജ്യോതിയെ താക്കീത് ചെയ്തു. താക്കീത് നൽകിയതിനോടൊപ്പം 5 മണിവരെ കോടതിയിൽ നിൽക്കാനും 1000 രൂപ പിഴ അടക്കാനും കോടതി ഉത്തരവിട്ടു. ആദ്യം മാപ്പപേക്ഷ എഴുതി നൽകാൻ വനിതാ നേതാവ് വിസമ്മതിച്ചു. തുടർന്നാണ് കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. തുടർന്ന് മാപ്പപേക്ഷ എഴുതി നൽകാൻ തയ്യാറായതോടെ കോടതി പിഴ വിധിച്ചുകൊണ്ട് നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു. കണ്ണൂർ തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ധനരാജ് വധക്കേസിലെ വിചാരണ നടക്കുന്നതിനിടെയാണ് സംഭവം. പ്രതികളുടെ ഫോട്ടോ എടുത്ത പയ്യന്നൂർ നഗരസഭ മുൻ വൈസ് ചെയർപേഴ്സൺ KP ജ്യോതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതികളുടെ ദൃശ്യം പകർത്തുന്നതിനിടെ ജഡ്ജാണ് കസ്റ്റഡിയിലെടുക്കാൻ ആവശ്യപ്പെട്ടത്. ധനരാജ് വധക്കേസിലെ 2ാം ഘട്ട വിചാരണയാണ് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നടന്നത്. 2016 ജൂലൈ 11-നാണ് പയ്യന്നൂരിലെ CPM പ്രവർത്തകനായ CV ധനരാജിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. 20 പ്രതികളാണ് കേസിലുള്ളത്. BJP RSS പ്രവർത്തകരാണ് പ്രതികൾ. CPM പ്രവർത്തകനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ BJP പ്രവർത്തകർ പ്രതികളായിട്ടുള്ള കേസിലെ സാക്ഷി വിസ്താരമടക്കമുള്ള നടപടികൾ നടക്കുന്നതിനിടെയാണ് ഫോട്ടോയെടുത്ത സംഭവമുണ്ടായത്. കോടതി മുറിക്കുള്ളിലെ പ്രതികളുടെ ദൃശ്യങ്ങൾ മറ്റു തരത്തിൽ ഉപയോഗപ്പെടുത്തുമോ എന്ന ചോദ്യമടക്കം ഉയർന്നിരുന്നു. ജഡ്ജിയിൽ നിന്ന് ഔദ്യോഗികമായി പരാതി വാങ്ങിയ ശേഷം തുടർ നടപടി സ്വീകരിക്കാനായിരുന്നു പോലീസിൻ്റെ തീരുമാനം. തുടർന്നാണ് മാപ്പപേക്ഷ എഴുതി നൽകാൻ ജ്യോതി തയ്യാറായത്. തുടർന്ന് താക്കീതോടെ കോടതി 1000 രൂപ പിഴയും വൈകിട്ട് വരെ കോടതിയിൽ നിൽക്കാനും ഉത്തരവിടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. Relax. Redefine yourself. Green Planet Hotel near Kannur Airport, Mattannur.